ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചൗവരിയും ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫലൂദയുടെയൊക്കെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് നികക്ക വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൗവരി ഇതുപോലെ കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചൗവരി വെന്ത് കിട്ടും. ഇപ്പോഴിതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചൗവരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. ചൗവരി ഇപ്പോൾ ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ചൗവരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലും ചൗവരിയും കൂടെ നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന ഒരു പാകമാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പാലിതാ നന്നായിട്ട് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് മൂപ്പിച്ചതിന് ശേഷം കോരി മാറ്റാം. ബാക്കിയുള്ള ഈ ഒരു നെയ്യിലേക്ക് നമുക്ക് 1 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ പൊടിയായി എരിഞ്ഞതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൈനാപ്പിളിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൈനാപ്പിളും പഞ്ചസാരയും എല്ലാം നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നെയ്യിൽ കിടന്നത് നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ ചൗവരി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചൗവരി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇരുന്ന് കുറുകും. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 240 മില്ലി കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഈ 1 ലിറ്റർ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴിത് ഈ ചൗവരിയും ക്യാരറ്റും പാലും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് തിളച്ച് വെന്ത് കുറുകി നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ പായസം തയ്യാറാക്കി വെച്ചിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പായസം നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഈ പാലിലേക്ക് നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ ഇത് പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഈ പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചൗവരിയും പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ വെച്ച് തയ്യാറാക്കുന്ന ഈ വ്യത്യസ്ത രുചിയിലുള്ള ഒരു പായസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല ഒരു ഫലൂദയുടെയൊക്കെ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.